വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും രണ്ട് ഹോട്ട് ടോപ്പിക്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളും അടുത്തത് പഞ്ചവത്സര പദ്ധതികളുമാണ്. അപ്പോ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കമ്പനി LGSന്റെ ഒരു ക്വസ്റ്റ്യൻ LGS മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 8 ദിവസങ്ങളിൽ നിന്നും പഠിച്ച ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് തന്നെ നമുക്ക് 10-25ഓളം ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കിട്ടേണ്ടായി. അപ്പോൾ ഹോട്ട് ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ മലയാളം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, നിർദ്ദേശക തത്വങ്ങൾ അല്ലെ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ധാരാളം പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. ചോദിക്കാറുള്ള ഒരു കാര്യം എന്താണെങ്കിൽ ഈ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ്, ഏത് പാർട്ടിലാണ്? പാർട്ട് 4ലാണ്. എവിടെയാണ്? പാർട്ട് 4ലാണ്. ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 4ൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ? നമ്മൾ ഇന്നലെ പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെ എന്തു വിളിക്കുന്നു? മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കുക, എന്താണ് ക്ഷേമ രാഷ്ട്രമാക്കുക എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്നത് നിർദ്ദേശം ഏത് ഭാഗത്താ കിടക്കണേ? പാർട്ട് 4ലാണ് കിടക്കണേ. അപ്പൊ ക്ഷേമരാഷ്ട്രം, ഈ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ സങ്കല്പം ആരുടെ ആയിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? ആരുടെ ആയിരുന്നു ക്ഷേമരാഷ്ട്രം? ഗാന്ധിജിയുടെ. എന്താണ്? ഗാന്ധിജിയുടെ. അപ്പൊ അങ്ങനെയും ചോദിക്കാം, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? അപ്പൊ നമ്മൾ പറയണം എന്താണ്? പാർട്ട് 4 ആണ്. ഇനി നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സുപ്രീം കോടതിയെയോ ഹൈക്കോടതികളെയോ സമീപിക്കാം. അപ്പൊ അതിനുവേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ പഠിച്ചില്ലേ നമ്മള്? എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നേടിയെടുക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല, കോടതിയെ സമീപിക്കാനായിട്ട് പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ കോടതിയെ സമീപിക്കാൻ പറ്റില്ല, അത് ഓർത്തു വെക്കാം. ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യ എവിടെ നിന്ന് കടം കൊണ്ടിരിക്കുന്നു? അയർലൻഡിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്നു. എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയത് ഏത് കൺട്രിയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സ്പെയിൻ ആണ്. ആരാണ്? സ്പെയിൻ ആണ് കേട്ടോ. ഇനി അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സപ്രു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. ഏത് കമ്മിറ്റിയാണ്? സപ്രു കമ്മിറ്റി. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളെയും അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളെയും ഒക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു അമേരിക്കൻ ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ഗ്രാൻവില്ലേ ഓസ്റ്റിൻ എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഗ്രാൻവില്ലേ ഓസ്റ്റിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇനി ഈ നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് നോവൽ ഫീച്ചേഴ്സ്? എന്താണ് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നോവൽ ഫീച്ചർ ആണ് എന്ത്? നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇനി ഒരു ബാങ്കിന്റെ സൗകര്യ അനുസരണം നൽകാവുന്ന ഒരു ചെക്ക്, ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാവുന്ന ഒരു ചെക്ക് എന്ന്
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ വിശേഷിപ്പിച്ചത് KT ഷാ ആണ്. ആരാണ്? KT ഷാ ആണ്. ഇനി നമ്മൾ ഓരോ ആർട്ടിക്കിൾസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് പഠിക്കുകയാണ്. PSC ചോദിച്ചിട്ടുള്ളത് ഈ 36 മുതൽ 51 വരെയിലെ PSC ചോദിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 40. എന്തായാലും പറയണേ? പഞ്ചായത്തുകൾ രൂപീകരിക്കണെ കുറിച്ച് പറയണോ? എന്താ പറയണേ? പഞ്ചായത്തുകളുടെ രൂപീകരണം. ഇനി ആർട്ടിക്കിൾ 44 എന്തിനെ കുറിച്ച് പറയുന്നു? ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 44 ഇനി ആർട്ടിക്കിൾ 45 എന്താ പറയണേ? 6 വയസ്സിന് എന്താണ്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണം നൽകണം എന്നതിനെ കുറിച്ച് അനുശാസിക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 45 ആർട്ടിക്കിൾ 45 ഇനി ആർട്ടിക്കിൾ 47 എന്തിനെ കുറിച്ച് പറയുന്നു? മദ്യ നിരോധനത്തെ കുറിച്ച് പറയുന്നു. എന്താണ്? മദ്യ നിരോധനം. ആർട്ടിക്കിൾ 47 മദ്യ നിരോധനത്തെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 48 എന്താ പറയണേ? ഗോവധ നിരോധനത്തെ കുറിച്ച് പറയുന്നു. ഗോവധ നിരോധനം. ആർട്ടിക്കിൾ 51 എന്താ പറയണേ? ഇപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. യുദ്ധമൊക്കെ നടക്കണ കാരണം അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവയെ കുറിച്ച് പറയണു. അപ്പൊ നിങ്ങള് ഈ 6 ആർട്ടിക്കിൾ എങ്ങനെയായാലും പഠിച്ചു വെക്കുക. നമ്മുടെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 40 പഞ്ചായത്ത് രൂപീകരണം, 44 ഏകീകൃത സിവിൽ കോഡ്, 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണം, 47 മദ്യനിരോധനം, 48 ഗോവധ നിരോധനം, 51 അന്താരാഷ്ട്ര സമാധാനം. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ്. അപ്പൊ പഞ്ചവത്സര പദ്ധതികളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മള് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള പഞ്ചവത്സര പദ്ധതികൾ ഏതൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോ ഫസ്റ്റത്തെ എന്തൊക്കെയാണ് പഞ്ചവത്സര? ഓരോ പഞ്ചവത്സര പദ്ധതികളും ഏത് വർഷമാണ്? ആ പഞ്ചവത്സര പദ്ധതികളുടെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത, ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ വിളിക്കുന്നു എന്ത്? കാർഷിക പദ്ധതി. കാരണം കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. കാർഷിക മേഖല, കൃഷി, ജലസേചനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതിയെ നമ്മൾ വിളിക്കുന്നു ഹരോൾഡ് ഡോമർ മോഡൽ. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ക്ലിയർ ആയില്ലേ? ഇന്ത്യയിൽ UGC 1953 ഡിസംബർ മാസം 28 UGC നിലവിൽ വന്നു. പ്രധാനപ്പെട്ട 5 IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, അതുപോലെ തന്നെ ബക്രാനങ്കൽ. ഏതാണ്? ബക്രാനങ്കൽ. അതുപോലെ തന്നെ ഹീരാക്കുഡ എന്നീ പ്രധാന അണക്കെട്ടുകൾ ഒക്കെ വന്നത് ഏത് പദ്ധതി കാലത്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേദിയിലാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുന്നത് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ചോദിച്ചിട്ടുണ്ട്, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? നെഹ്റുവാണ്. അത് 56 കഴിഞ്ഞാൽ അടുത്തത് 56 മുതൽ 61 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ഊന്നൽ കൊടുത്തത് വ്യവസായത്തിനായിരുന്നു. ആദ്യം കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു, രണ്ടാമത് വ്യവസായത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കൊണ്ടുവന്നു. മഹലനോബിസ് മോഡൽ എന്ന് വിളിക്കുന്നു. മഹലനോബിസ് മാതൃക എന്ന് അറിയപ്പെടുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായശാലകള് ഇതിനു മുമ്പത്തെ ഹോട്ട് ടോപ്പിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഭിലായില് ഛത്തീസ്ഗഡിലെ ഭിലായില്, അതുപോലെ വെസ്റ്റ് ബംഗാളിലെ ദുർഗാപൂർ അല്ലെ,
അതുപോലെ തന്നെ ഒഡീഷയിലെ റൂർക്കേല എന്നീ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വ്യവസായശാലകൾ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്തത് നമ്മൾ മൂന്നാമത്തെ പദ്ധതിയെ കുറിച്ച് പഠിക്കുന്നു. 1961 മുതൽ 66 വരെയുള്ള കാലഘട്ടത്തിലുള്ള പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. എന്തായിരുന്നു ഉദ്ദേശം? ഭക്ഷ്യ സ്വയം പര്യാപ്തത. നമുക്കറിയാം ബ്രിട്ടീഷുകാര് നമ്മളെ ആകെ മുടിപ്പിച്ചിട്ടാ ഇവിടുന്ന് പോയ. അപ്പൊ ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടായിരുന്നു ഇന്ത്യക്കാർക്ക്. അപ്പൊ ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുക, അതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് സ്വയം പര്യാപ്തത നേടുക എന്നീ 2 ലക്ഷ്യങ്ങളോടുകൂടി മൂന്നാം പഞ്ചവത്സര പദ്ധതി 61, 66 കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങി. 61 തുടങ്ങി 66 വരെയായിരുന്നു ഉദ്ദേശം. പക്ഷേ 1962 എന്തുണ്ടായി? ഇന്ത്യ ചൈന വാർ ഉണ്ടായി അല്ലേ? അതുപോലെ തന്നെ 1965, 66 എന്തുണ്ടായി? ഇന്ത്യ പാക് വാർ ഉണ്ടായി. ഇതുമൂലം നമുക്ക് ഈ പദ്ധതി എന്താണ് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? 1900 എന്താ പറയാ, ഈ പഞ്ചവത്സര പദ്ധതി നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ലക്ഷ്യവും നേടാനായിട്ട് സാധിച്ചില്ല. അപ്പൊ 1966 മുതൽ 69 വരെയുള്ള കാലഘട്ടത്തിൽ ഇനി ഇത് നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല, അടുത്തൊരു പഞ്ചവത്സര പദ്ധതി വന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഇന്ത്യയിൽ നമ്മൾ എന്ത് പ്രഖ്യാപിക്കുകയാണ്? പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. എന്താണ് പ്ലാൻ ഹോളിഡേ? അങ്ങനെ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കുന്നു. പ്ലാൻ ഹോളിഡേ ഏത് പഞ്ചവത്സര 66, 69 ആരാ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. ഇന്ദിരാഗാന്ധി പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് ഓരോ വാർഷിക പദ്ധതികൾ കൊണ്ടുവന്നു. എന്തുകൊണ്ടുവന്നു? വാർഷിക പദ്ധതി. ശരിക്കും 66 വരെ പദ്ധതി നീണ്ടു, പക്ഷെ ഒന്നും അവിടെ നടന്നില്ല, ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, യുദ്ധങ്ങൾ കാരണം. അപ്പൊ ഈ സമയത്ത് എന്തുണ്ടായി എന്നാ പറയണേ? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു എന്ന് ഓർത്തു വയ്ക്കുക. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി ഏത് പഞ്ചവത്സര പദ്ധതി? മൂന്നാം പഞ്ചവത്സര പദ്ധതി. ആരാ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? MS സ്വാമിനാഥനാണ്. ആരാണ്? MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രൊഡക്ഷൻ കൂടിയ ധാന്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ പറയാ? ഗോതമ്പാണ്. ഏതാണ് മക്കളെ? ഗോതമ്പാണ്. ക്ലിയർ ആയോ? 3 പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞു. ഇനി നമ്മൾ 4th പ്ലാനിലേക്ക് വരികയാണ്. 4ാം പഞ്ചവത്സര പദ്ധതി എന്നാണത്? 1969 ആ പ്ലാൻ ഹോളിഡേ കഴിഞ്ഞിട്ട് 69 മുതൽ 74 വരെയുള്ള കാലഘട്ടത്തിൽ 4ാം പഞ്ചവത്സര പദ്ധതി എന്തായിരുന്നു? ഇത്രയും നാളും നമ്മൾ ഓരോ പദ്ധതി കൊണ്ടുവന്നു, പക്ഷെ ഒരു സ്ഥിരത നമുക്ക് ഉണ്ടായില്ല. അപ്പൊ സ്ഥിരതയോടെ വളർച്ച. എന്താണ്? സ്ഥിരതയോടെയുള്ള വളർച്ച എന്ന ഉദ്ദേശത്തോടു കൂടി 4ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ കൊണ്ടുവന്നു. ദുർബല വിഭാഗങ്ങൾക്കൊക്കെ ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. ഈ പദ്ധതി കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ എന്തുണ്ടായി എന്നാ പറയണേ? അതായത് ബാങ്കിന്റെ നാഷണലൈസേഷൻ നടന്നു. ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചു അന്ന്? 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ആരുടെ കാലത്താണ്? നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ 69 14 ബാങ്കുകളുടെ ദേശസാൽക്കരണമൊക്കെ നടന്നു. ഇനി ഈ പദ്ധതിക്ക് ഒരു പേരിട്ട് വിളിക്കും നമ്മളെ. 4ാം പദ്ധതിക്ക് ഗാഡ്ഗിൽ മോഡൽ പദ്ധതി. എന്താ? ഗാഡ്ഗിൽ മോഡൽ പദ്ധതി ട്ടോ. അപ്പോ 4ാം പഞ്ചവത്സര പദ്ധതി പിന്തുടർന്ന ഗാഡ്ഗിൽ മോഡൽ പിന്തുടർന്ന 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി 4ാം പഞ്ചവത്സര പദ്ധതി PSC ഒരു പ്രാവശ്യം മുമ്പ് ഉത്തരം കൊടുത്തിരിക്കുന്നത് ഗാഡ്ഗിൽ യോജന 3ാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്നാണെന്ന്. വളരെ കുറെ നാള് മുമ്പുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ.
ഇനി ഈ സമയത്ത് 1971 വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നു. ഇന്ത്യ പാക് വാർ നടന്നു. അപ്പോ അതിന്റെ പരിണിത ഫലമായിട്ടാണ് 1972 ബംഗ്ലാദേശ് രൂപം കൊണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. അതറിയാം നിങ്ങൾക്ക്. ഈ സമയത്ത് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്താരംഭിച്ചു? ഓപ്പറേഷൻ ഫ്ലഡ്. എന്താ ഓപ്പറേഷൻ ഫ്ലഡ്? പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ധവള വിപ്ലവം ആരംഭിച്ചു അല്ലെ. ഓപ്പറേഷൻ ഫ്ലഡ് തുടങ്ങിയത് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് ഓർക്കുക. അടുത്തത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1974 തുടങ്ങി 79 വരെയുള്ള കാലഘട്ടത്തിലാണ് 5ാം പഞ്ചവത്സര പദ്ധതി. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ദാരിദ്ര്യ നിർമാർജനം. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ കാലഘട്ടത്തിലാണ് ഗരീബി ഹഠാവോ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടത് അല്ലെ. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി? 5. ആരാണ് ഈ പ്രശസ്തമായ മുദ്രാവാക്യത്തിന്റെ ആള്? നമ്മുടെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ്. ഇനി ഈ സമയത്ത് തന്നെയാണ് ഇന്ത്യയിൽ ഇരുപതിന പരിപാടികൾ ഇന്ത്യയിൽ ആരംഭിച്ചത്. ഇരുപതിന പരിപാടികൾ ആരംഭിച്ചത് ഇന്ദിരാഗാന്ധി തന്നെയാണ് 1975 ക്ലിയർ ആയില്ലേ? ഇനി 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് 1978 1980 കാലയളവിൽ എന്തു വന്നു? റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു. എന്ത് പ്ലാനാണ്? റോളിംഗ് പ്ലാൻ ആണ്. 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ചതാണ് റോളിംഗ് പ്ലാൻ. 1978-80 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആരുടെ ആയിരുന്നു? ഗുണ്ണർ മിർദാലിന്റെ ആശയത്തിലുള്ള റോളിംഗ് പ്ലാൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാണ്? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് ആണ്. ക്ലിയർ ആയോ മക്കളെ? അപ്പോ 5ാം പഞ്ചവത്സര പദ്ധതി പൂർത്തിയാക്കാൻ പറ്റിയില്ല. ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ എന്തുണ്ടായി? ആ പഞ്ചവത്സര പദ്ധതി മാറ്റി എന്തു കൊണ്ടുവന്നു? റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു. അടുത്തത് 6ാമത്തെ പദ്ധതി വരികയാണ്. 1980 മുതൽ 85 വരെയുള്ള കാലഘട്ടത്തിലാണ് 6ാം പഞ്ചവത്സര പദ്ധതി. 80-85. ഇനി എന്താണ്? ഇവിടെ എന്താണ്? കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ വ്യാവസായിക മേഖലയ്ക്കും, രണ്ടു മേഖലയിലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി വന്നതാണ് ഏത്? നമ്മുടെ 6ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് മനസ്സിലാക്കുക. ഈ 6ാം പഞ്ചവത്സര പദ്ധതിയില് എന്താ പറയാ, കുറെ ദാരിദ്ര്യ നിർമാർജനം, സാങ്കേതിക വിദ്യ ഉയർച്ച, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ച, അതായത് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് 6ാം പഞ്ചവത്സര പദ്ധതി വന്നത്. അത് അത്രയും പഠിച്ചാൽ മതി. ഇനി 7th പ്ലാൻ ആണ് 1985-90 കാലഘട്ടത്തിൽ 7ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. രാജീവ് ഗാന്ധിയാണ്. കാരണം ടീച്ചർ പറയാം, ഇനി വരികയാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതകള്. അതുകൊണ്ടാണ്. ഇവിടെ ഉദ്ദേശം എന്തായിരുന്നു? ആധുനികവൽക്കരണം ലക്ഷ്യമിട്ടു. അതുപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരിക. തൊഴിൽ അവസരങ്ങൾ, അതായത് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി വരികയാണ്. അപ്പൊ കുറച്ചും കൂടി മോഡേൺ ആയിട്ടൊക്കെ ചിന്തിച്ച് അദ്ദേഹം ആധുനികവൽക്കരണത്തിന്, തൊഴിലവസരങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതുപോലെ വാർത്താവിനിമയ ഗതാഗത മേഖലകളിലൊക്കെ വളരെയധികം പുരോഗതി കൈവരിച്ചത്, വാർത്താവിനിമയം, ഗതാഗതം എന്നീ മേഖലകളിൽ പുരോഗതി കൈവരിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? നമ്മുടെ ഈ
ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇതിനെയൊക്കെ പുരോഗതി കൈവരിക്കാനായിട്ട് ഇദ്ദേഹത്തിന്, അതായത് രാജീവ് ഗാന്ധിക്ക് ഒരു സാങ്കേതിക ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സാം പിത്രോഡ എന്നായിരുന്നു. ആരാണ് സാം പിത്രോഡ? അപ്പൊ സാം പിത്രോഡ എന്ന് പറയുന്ന എന്താ പറയാ, ഒരു സാങ്കേതിക ഉപദേഷ്ടാവിന്റെ സഹായത്താൽ ഇന്ത്യയിൽ വാർത്താവിനിമയ ഗതാഗത രംഗങ്ങളിൽ വളരെയധികം എന്താ പറയാ ഉന്നതി കൊണ്ടുവരാനായിട്ട് ആർക്ക് സാധിച്ചു? ഇദ്ദേഹത്തിന് സാധിച്ചു കേട്ടോ. ഇനി 90 കഴിഞ്ഞു. 1990-92 കാലഘട്ടത്തിൽ, 90-92 കാലഘട്ടത്തിൽ വീണ്ടും എന്ത് വരികയാണ്? വാർഷിക പദ്ധതി വരികയാണ്. വാർഷിക 90 മുതൽ 92 വരെ കേട്ടോ. ഏഴാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയ്ക്ക് ഈ നരസിംഹറാവുവിന്റെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് ഈ കാലയളവിലാണ്. ന്യൂ ഇക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം അല്ലെ കൊണ്ടുവന്നത് ഏത് കാലഘട്ടത്തിലാണ്? 90-92 വാർഷിക പദ്ധതി കാലഘട്ടത്തിലാണ്. ആരാണ്? നരസിംഹറാവു. ആരാണ്? നരസിംഹറാവു ട്ടോ. ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഉദാരവൽക്കരണം. ഇത് ചോദിച്ചിട്ടുണ്ട്, ഉദാരവൽക്കരണം. അടുത്തത് സ്വകാര്യവൽക്കരണം. അടുത്തത് ആഗോളവൽക്കരണം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ 3 ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് 91-ൽ ന്യൂ ഇക്കണോമിക് പോളിസി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആരാണ്? നരസിംഹറാവു ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ നരസിംഹറാവു ആണ്. ആ സമയത്ത് ആരായിരുന്നു ധനമന്ത്രി എന്നുള്ളതും കൂടിയും പ്രധാനമാണ്. മൻമോഹൻ സിംഗ് ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ധനമന്ത്രിയും അതുപോലെ നമ്മുടെ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് പുത്തൻ സാമ്പത്തിക നയം വരണേ. ഇനി നമ്മൾ അടുത്തേക്ക് പോവാണ്. 8th പ്ലാൻ, 8ാം പഞ്ചവത്സര പദ്ധതി 1992-97 കാലഘട്ടത്തിലാണ്. ഈ പദ്ധതിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നു മൻമോഹൻ മോഡൽ. എന്താണ്? മൻമോഹൻ മോഡൽ. എന്താ? മൻമോഹൻ മോഡൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പദ്ധതി എന്തിന് ലക്ഷ്യം വെച്ചു? മാനവ ശേഷി വികസനം. മാനവ ശേഷി വികസനമാണ് ലക്ഷ്യം. ചോദിച്ചിട്ടുള്ളതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. മാനവശേഷി വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ പഞ്ചായത്തി രാജ്, ഇതൊക്കെ നിലവിൽ വന്നത് ഇന്ത്യയിൽ ഏത് കാലഘട്ടത്തിലാണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇനി നമ്മൾ 9th പ്ലാനെ കുറിച്ച് പഠിക്കുന്നു. 9th പ്ലാൻ 1997 മുതൽ 2002 വരെയുള്ള കാലഘട്ടത്തിലാണ് 9th പ്ലാൻ എന്ന് പറയുന്ന ആ പദ്ധതിയുടെ കാലഘട്ടം. എന്താണ് ലക്ഷ്യം? ഗ്രാമീണ വികസനം. എന്താണ്? ഗ്രാമീണ വികസനം ലക്ഷ്യം വെച്ചു. അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു വികസനം? വികേന്ദ്രീകൃത ആസൂത്രണം. ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം രണ്ടും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി 97-2002 കാലഘട്ടത്തിൽ. ഇന്ത്യയിൽ നമ്മുടെ ഇവിടെ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ട്ടോ. ഇനി PSC സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടത്, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിക്കുമ്പോ PSC കൊടുക്കുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമ്മളിവിടെ കുടുംബശ്രീ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ ഇതിന്റെ ഇടയിൽ പറഞ്ഞത്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതും 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു അല്ലെ. ഇനി സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം തികഞ്ഞപ്പോൾ ആരംഭിച്ച പദ്ധതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50ാം വാർഷികം തികഞ്ഞപ്പോൾ ആരംഭിച്ചതാണ് 9ാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ ആരംഭിച്ചു. ഗ്രാമീണ വികസനം, വികേന്ദ്രീക ആസൂത്രണം എന്നിവയായിരുന്നു ലക്ഷ്യം. ഇനി 10th പ്ലാൻ ആണ്. 2002-2007 മുതലുള്ള പദ്ധതിയാണ് 10th പ്ലാൻ എന്ന് പറയുന്നത്.
പഞ്ചവത്സര പദ്ധതിയുടെ 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? മൂലധന നിക്ഷേപം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നു. ഈ പദ്ധതിയെ കേരള മോഡൽ വികസന പദ്ധതി എന്ന് വിളിക്കണോ? കേരള മോഡൽ വികസന പദ്ധതി. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, സ്ത്രീ ശാക്തീകരണം മുന്നിട്ടുകൊണ്ടുള്ള പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്ന് പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് നോക്കുക, 11th പ്ലാൻ അഥവാ 11ാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്തത്. 11th പ്ലാൻ അല്ലെ, അത് 2007 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിലാണ് 11th പ്ലാന്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇൻക്ലൂസീവ് ഗ്രോത്ത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താ പറയാ? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. ഇൻക്ലൂസീവ് ഗ്രോത്ത് അഥവാ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതി. ആധാർ പദ്ധതി നിലവിൽ വന്നത് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആധാർ കേട്ടോ. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതി. ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതി. വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 8% ആയിരുന്നു. അടുത്തത് 12th പ്ലാൻ ആണ്, അഥവാ 12ാം പഞ്ചവത്സര പദ്ധതി അവസാനത്തെ അല്ലെ, അതായത് 2012 മുതൽ 2017 വരെ. എന്തായിരുന്നു ലക്ഷ്യം? ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നേരത്തെ നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്, ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം. എന്താണ്? സുസ്ഥിര വികസനമാണ് ലക്ഷ്യമിട്ടത് 12ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്താണ് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് പഠിക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ. ഇതാണ് പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി പഞ്ചവത്സര പദ്ധതി, അതായത് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്നോർക്കുക. മുൻ സോവിയറ്റ് യൂണിയൻ. ലോകത്താദ്യമായി പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? ജോസഫ് സ്റ്റാലിനാണ്. ആരാണ്? ജോസഫ് സ്റ്റാലിൻ. ഇദ്ദേഹമാണ് ലോകത്താദ്യമായി പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിച്ചത് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ, എപ്പോഴും ലക്ഷ്യങ്ങള്, അതുപോലെ കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക്, ജനകീയ പദ്ധതി, കേരള വികസന മോഡൽ പദ്ധതി, 50ാം വാർഷികം ആരംഭിച്ച പദ്ധതി, ന്യൂ ഇക്കണോമിക് പോളിസി വന്നത് എപ്പോ, അത് ആരുടെ കാലത്ത്, അതുപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യ, വാർത്താവിനിമയ സാങ്കേതിക രംഗങ്ങളിൽ ഉയർച്ച കൈവരിച്ച പദ്ധതി, റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നത് ഏത് കാലത്ത്, അല്ലെങ്കിൽ ബാങ്ക് നാഷണലൈസേഷൻ വന്നത് ഏത് കാലത്ത്, കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത്, വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത്, അങ്ങനെ കുറെ അധികം ചോദ്യങ്ങൾ ഈ മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഏതായാലും നമ്മൾ ആ ഭാഗം അങ്ങോട്ട് ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ന് 2 ടോപ്പിക്കാണ് പഠിച്ചത്. ഭംഗിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാ. നമ്മുടെ 60 ഡേയ്സിൽ തന്നെ നമ്മൾ മാക്സിമം ഓരോ നമുക്ക് ആവശ്യമുള്ള എല്ലാ ടോപ്പിക്സുകളും ഭംഗിയായിട്ട് ഇതുപോലെ പഠിച്ച് മുന്നോട്ട് പോവാട്ടോ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.